ഞാനിക്കുട്ടി എന്ത് എന്തുവാ? എന്താ എന്താ എപ്പോഴാ സ്കൂളിൽ നിന്ന് വന്ന്? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പെരുന്നാൾ നടക്കുക, ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കും എല്ലാ ദിവസവും രാവിലെ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം കൊണ്ട് അങ്ങ് മടിക്കും. പിന്നെന്താണ് വിശേഷം? ഇന്ന് കുറേ താമസിച്ചാ പോയത്. രാവിലത്തെ ജോലികളൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ എന്നിട്ട് തന്നെ 2 പാത്രങ്ങളൊക്കെ കഴുകാനുള്ള അവിടെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. പിന്നെ കുക്കും ഇടയ്ക്ക് വന്ന് കഴുകി വെക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങനെയൊക്കെ ഇന്ന് വൈകുന്നേരം ആക്കി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും 1 പാക്കറ്റ് പുട്ടുപൊടിയും മേടിച്ചു. ഇത് മീറ്റ്റോളാണ് കേട്ടോ, മോനിക്കുട്ടന് വേണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൂടെ മേടിച്ചോണ്ട് വന്നു. പക്ഷെ അമ്മയ്ക്ക് ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഞാനത് മറന്നുപോയി. അമ്മ കഴിക്കത്തില്ല. പിന്നെന്താണ് വിശേഷം? ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. രാവിലെ ഞാൻ കുറേ മാസങ്ങളായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്ന ഒരു സാധനമായിരുന്നു പാൽക്കപ്പ കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ നോക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു, ഒരു ദിവസം ഉണ്ടാക്കി കഴിക്കണമെന്ന്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കപ്പ മേടിച്ചപ്പോൾ അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത്. അന്നേരം അതെല്ലാം ഇങ്ങനെ തീരെ വയ്യാതൊക്കെ ഡോക്ടറെ കാണാനൊക്കെ പോയി, ജോലിക്കും പോയില്ല, അവിടെ കിടക്കുമായിരുന്നു. വയ്യാതായിപ്പോയി, അതുകൊണ്ടൊന്നും എടുത്തൊന്നുമില്ല. എന്നിട്ടും വൈകിട്ട് 2 അത് കൊതി കൊണ്ട് 2 പുഴുങ്ങി കഴിച്ചു. ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണമൊക്കെ അങ്ങ് കറുത്തു പോയി കപ്പ കേട്ടോ. ഇരുന്ന് കണ്ടിട്ട് 2 ദിവസം ആയില്ലേ. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം എടുത്ത് ഇന്ന് രാവിലെ പാൽക്കപ്പ ഉണ്ടാക്കി. ഇന്നലെ വൈകിട്ട് ഡോക്ടറെ കണ്ടിട്ട് വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ബീഫ് മേടിച്ചായിരുന്നേ. അപ്പോൾ അതും കറി വെച്ചു. അപ്പം ഞാൻ ഇച്ചിരി കഴിച്ചു. ഉച്ചകലത്തേക്ക് ഇച്ചിരി കൊണ്ടുപോയി. പിന്നെ മോനുകുട്ടൻ കഴിച്ചില്ലായിരുന്നു. മോനുകുട്ടൻ രാവിലെ ഏത്തക്കാക്കളി ഉണ്ടാക്കി, അത് കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ മോനുകുട്ടനുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും ബീഫ് കറിയും അതൊക്കെ ഇരിപ്പുണ്ട്. ക്യാബേജ്, നമ്മുടെ പർപ്പിൾ ക്യാബേജ് ഇരിപ്പുണ്ട്. തോരൻ വെച്ചാൽ കൊള്ളാവുന്നുണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ ആവുന്നെങ്കിൽ ഇടും, അല്ലേ പിന്നെ അങ്ങ് മടിക്കും. മോരുകറി ഇരിപ്പുണ്ട്, നോക്കട്ടെ. പിന്നെ മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. മുത്തിൻ്റെ എക്സാം ഡേറ്റ് മാറ്റി വെച്ച് ശനിയാഴ്ച തുടങ്ങത്തുള്ളൂ. അപ്പം വ്യാഴാഴ്ച തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. അന്നത്തെ എക്സാം മാറ്റി വെച്ചു. ആദ്യം അവരുടെ സബ്ജക്റ്റിൻ്റെ എക്സാം ആയിരുന്നു. അപ്പം അത് മാറ്റി വെച്ചു. അത് പിന്നെ ഉള്ളൂ. അപ്പം പിന്നുള്ളത് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച എക്സാം, അതായത് നാളെ എക്സാം തുടങ്ങുവാണ്. എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് അറിയാം. എന്നാലും ഞാൻ വീണ്ടും പറയുവാണ്, പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ വിഷയത്തിനും ജയിക്കണം, ഫുൾ മാർക്ക് വേണമെന്നോ അല്ലെങ്കിൽ 80% ഫുൾ, അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. എല്ലാ വിഷയവും ജയിക്കണം എന്നാല് ആഗ്രഹമുണ്ട്. പിന്നെന്താണ് ഒക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചിട്ട് മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് പണിയൊന്നും ഇല്ല അടുക്കളയിൽ, നോക്കാം. എന്നിട്ട് നോക്കാം, തോരൻ വെക്കാൻ തോന്നുന്നെങ്കിൽ വെക്കാം. ബാക്കിയെല്ലാം എടുത്ത് മടക്കി വെക്കും. അതുകൊണ്ടാ ഞാനില്ലേ കുക്കറിനകത്ത് ചോറ് വെന്തിരിക്കുമായിരുന്നേ. ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വാർത്തിടാന്ന് വിചാരിച്ചു. കുളിയും ജപമെല്ലാം കഴിഞ്ഞ് കുറേ തുണികൾ മടക്കി വെക്കാറുണ്ട്, അതിനെല്ലാം മടക്കിയത്.
കുഞ്ഞോ മുടിയൊന്നും ജീവിയില്ലയോ? അതെടുത്ത് ഉണങ്ങി കിടക്കുവോ, ഇട്ടില്ല. ഇങ്ങോട്ട് കയറിക്കാ പൊടിക്കാത്തൊന്നും. ഇങ്ങോട്ട് കയറ. ഹലോ അമ്മക്കളെ പ്രിയങ്ങളെ. ഹലോ അമ്മ. ചോറുണ്ണാൻ പോട്ടോ. ഞാനിക്കുട്ടിക്ക് ഇച്ചിരി ചോറ് കൊടുക്കട്ടെ. ഞാനിക്കുട്ടിക്ക് കഴിക്കാനൊക്കെ വലിയ മടിയാണ്. ഇച്ചിരി വിളമ്പുള്ളൂ. കഴിക്കണം. ഇച്ചിരി മോരൊഴിക്കട്ടെ. മോരൊഴിക്കണം. എന്നാ കഴിക്കും. കഞ്ഞോളം തരാം. ഉപ്പിട്ടുണ്ട് വരാം. ഇട്ടോ മോൻ ചോറ് കൊടുക്കും. കുഞ്ഞുവനും അമ്മ വെള്ളം കൊടുത്തു. ഇത് ജാനിക്ക് കൊടുത്തു. ജാനിക്ക് കൊടുത്തു. കുഞ്ഞു കുടിച്ചതാ ഇപ്പൊ വെള്ളം. ചായ ഒരു ഗ്ലാസ്. ഇവിടെ ഒരാൾ വെള്ളം കുടിക്കും കേട്ടോ. കുഞ്ഞിത്തല കാണാവോ? കണ്ടു. ആദ്യമായിട്ട് എന്റെ സ്നേഹം ഫുള്ള് കാണും. മതി കുഞ്ഞിന് ഇച്ചിരി വെച്ച് ഓർമ്മല്ലോ. കഞ്ഞിവെള്ളം കുടിക്കുക. കഞ്ഞിവെള്ളം. കുഞ്ഞി കുക്കുവേ ചോറ് വേണോ? വാ നീ വാ, ഇച്ചിരി അടുത്ത് കഴിക്കടി. എന്തോ അത് ഇച്ചിരി അല്ലേ ഉള്ളു. ഇവിടെ ഇരിപ്പുണ്ട്, അടുത്ത് കഴിക്കുവാ. കുഞ്ഞിനെ വെച്ചിട്ട് കൊടുക്കും, നീയും കഴിക്കുവാ. കുഞ്ഞുവിന് വേണേ ചോറ് കൊടുക്കും. അവളുടെ കഞ്ഞിവെള്ളം എല്ലാം കുടിച്ചേച്ച് നിൽക്കുക. എനിക്ക് കല്യാണ സീഡിക്കകത്ത് പാട്ടൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. ഞാൻ ചേച്ചിയോട് പോകുന്ന ചേച്ചിക്ക് വയ്യാന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നെങ്കിൽ ഞാനോട് വരാൻ വേണ്ടിട്ടാ ചോദിച്ചത്. പിന്നെ ഞാൻ ഇവിടെ കഴിച്ചു. അതെടുത്ത് പിടിച്ചു വെക്കും. എന്തോ മക്കളെ കുഞ്ഞോന് വേണേ കൊടു. കപ്പ അത് എടുത്തു. എനിക്കൊരു സ്പൂൺ വല്ലതും വെച്ചിരുന്നു. കുഞ്ഞോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ചൂടോടെ കഴിക്കാനല്ലേ നല്ലത്. വെള്ളം വേണോ? കഴിച്ചു. അപ്പയും കഴിച്ചു. ഇതെന്തുവാ? മോര്. എന്താ പൊന്നോ? മോര് കഴിച്ചു. എന്താ പൊന്നോ? കഞ്ഞിവെള്ളം വേണോ? ഇതെന്തുവാ? അത് ഇന്നലെ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ ഉള്ള ചമ്മന്തി. കഴിച്ച് കഴിച്ചു പോലും ഇല്ല. പാത്രം ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവന്നു. എവിടാ പോയെന്ന് വെച്ചാൽ എടുത്തോണം. ആ എന്തൊക്കെയാന്നോ അവൻ ഇരിക്കുന്നിടത്ത് തന്നെ ഒരു വലിയ ഉള്ള. ഞാൻ വിട്ടിട്ട് പോയില്ല. അവൻ പോവാൻ പറ്റുമ്പോഴേക്കും വലിയ ചോറ്. കുക്കു ചോറുണ്ണാൻ എടുത്തത് കുഞ്ഞു അറിഞ്ഞു. ഇന്നലെ കപ്പ പുഴുങ്ങിയപ്പം ഉടച്ച കാന്താരി ചമ്മന്തി കേട്ടോ, അതെടുത്തു. കറി വെച്ചത്
ഊരി കയറി. അപ്പോൾ പതിവ് പോലെ എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് അത്താഴം കഴിക്കട്ടെ കേട്ടോ. നമുക്കിനി നാളെ കാണാമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.